നമസ്കാരം. അമൃത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പൈസിയും ടേസ്റ്റിയും സിമ്പിളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ചുക്ക റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് പൊറോട്ട, ചപ്പാത്തി, അതുപോലെ തന്നെ ഗീ റൈസ് എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നോക്കാം. ആദ്യം തന്നെ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസസായി കട്ട് ചെയ്ത് കഴുകി വെച്ചതാണ്. പിന്നെ 3 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള 3 സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്, ഫ്രൈ ആയി കിട്ടാനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സവാളേൻ്റെ ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ ചുക്കേൻ്റെ സ്പെഷ്യാലിറ്റി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മൾ സവാളയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അടുത്തതായിട്ട് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത സവാള ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഗരം മസാല ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ എല്ലാം നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് നന്നായി തന്നെ ഈ മസാലകളും സവാളയും എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്ത അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സവാള ഫ്രൈ ചെയ്യാനെടുത്ത അതേ വെളിച്ചെണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലയൊക്കെ ഒന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിനി ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിക്കോളും. നമുക്ക് ജസ്റ്റ് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ചിക്കനൊക്കെ സവാളയും മസാലയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്ന നേരത്തെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനത് ആ സമയം വിട്ടുപോയതാണ്. എന്നിട്ട് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് നമ്മൾ ഒരു സൈഡും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി കിട്ടും.
അപ്പോൾ ഇതാ വീണ്ടും ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ എപ്പോഴും ചിക്കൻ കറി വെക്കുന്നതിനെക്കാട്ടും ഒക്കെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് നമ്മുടെ ഈ കറിക്ക്. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അല്ലെങ്കിൽ റൈസ് ഐറ്റംസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. എന്നാലേ നമ്മൾ അടുത്തതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ സപ്പോർട്ടും എല്ലാമാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.